കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എന്തായാലും ഏറെ നിരാശ നൽകുന്ന ഒരു മത്സരം തന്നെയായിരുന്നു ഇന്ന് നടന്നിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് എഫ്.സിയും തമ്മിൽ നടന്നിരുന്ന, അതായത് കൊച്ചിയിലെ ഹോം ഗ്രൗണ്ടിൽ നടന്നിരുന്ന ആദ്യ ISL മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരത്തിൽ എന്തായാലും 2-1 എന്ന സ്കോറിന് കേരള ബ്ലാസ്റ്റേഴ്സ് തോൽക്കുകയാണ് ഉണ്ടായത്. ഈ ഒരു മത്സരത്തിൽ ശരിക്കും പറഞ്ഞാൽ 86-ാം മിനിറ്റ് വരെ കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് എഫ്.സിയും ഗോളുകളൊന്നുമില്ലാതെ തന്നെ സമനിലയിൽ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ 86-ാം മിനിറ്റിൽ മലയാളി ഡിഫൻഡറായിട്ടുള്ള ഷഹീഫ് പഞ്ചാബ് എഫ്.സിയുടെ ഒരു താരത്തെ ഫൗൾ ചെയ്തതിനെ തുടർന്ന് എന്തായാലും ലഭിച്ച പെനാൽറ്റി ലൂക്കാ മാച്ചൻ ഗോൾ നേടിക്കൊണ്ട് പഞ്ചാബിന് 1-0 എന്ന ലീഡ് നൽകുകയുണ്ടായി. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് തോൽവിയിൽ അവസാനിക്കുമെന്ന് ആരാധകരെ പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു നിമിഷത്ത് തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പ്രീതം കോട്ടലിൻ്റെ ക്രോസിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനിങ് ആയിരുന്ന ജിമേനസ് എന്തായാലും ഒരു ഗോൾ നേടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സമനില നേടുകയുണ്ടായി. എന്നാൽ ആ ഒരു സമനില ഒട്ടും വൈകാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ തിരിച്ചടിച്ച് പഞ്ചാബ് എന്തായാലും എവേ മത്സരത്തിൽ ഒരു വിജയം തന്നെ നേടുകയുണ്ടായി. പഞ്ചാബിന് വേണ്ടി രണ്ടാമത്തെ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് ഫിലിപ്പ് മിർസാഖ് എന്ന് പറയുന്ന അവരുടെ താരമായിരുന്നു. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ സീസണിലെ ആദ്യ തോൽവിയോടെ തന്നെ സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. ചാനൽ വീഡിയോ ആദ്യം വരണം, ചാനൽ സബ്സ്ക്രൈബ്